ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയാമോ? തുർക്കി എന്ന് വിളിക്കുന്ന അതിസമ്പന്ന ചരിത്രമുള്ള, അതുപോലെ പ്രകൃതി സൗന്ദര്യമുള്ള, ഊർജ്ജസ്വലമായ സംസ്കാരമുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് തുർക്കി. ഇവിടുത്തെ മെയിൻ ഒരു സിറ്റിയാണ് ഇസ്താംബുൾ സിറ്റി. ഒരു ലാർജസ്റ്റ് യൂറോപ്യൻ സിറ്റിയാണെന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മോസ്കുകൾ തന്നെയാണ്. ഈ ഇസ്താംബുൾ സിറ്റി തന്നെ ഹാഗിയ സോഫിയ, അതുപോലെ ബ്ലൂ മോസ്ക്, സുലൈമാനിയ മോസ്ക്, യെനി മോസ്ക്, ഇങ്ങനെ ഒത്തിരി മോസ്കുകൾ ഇങ്ങനെ വളരെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അതുമാത്രമല്ല, ഈ മെയിൻ സിറ്റിയിൽ നിന്ന് നോക്കുമ്പം ഒരു സുലൈമാനിയ മോസ്ക് ഉണ്ട്. എന്നാലും അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ സുൽത്താൻ സുലൈമാൻ തൻ്റെ പിൻഗാമി അല്ലെങ്കിൽ തൻ്റെ മകൻ മിമർ സിനാനിന് വേണ്ടി പണി കഴിപ്പിച്ച മോസ്കാണ്. തൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മോസ്ക് പണിഞ്ഞത്. ഏകദേശം 1550 ഇത് പണിത്. ഒരു പ്രത്യേകതരം റോക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 1557 ഇത് ഇനാഗ്രേഷൻ ചെയ്തത്. പിന്നെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കോസ്മെറ്റിക് സർജറികൾ, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു നല്ല പാർക്കുണ്ട്. അതുപോലെ ആ സെൻട്രലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുനിസിപ്പാലിറ്റി ബിൽഡിങ് നമുക്ക് കാണാം. പിന്നെ തുർക്കിയെക്കുറിച്ച് പറയുമ്പം ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് തുർക്കിഷ് ലിറയാണ്. പിന്നെ ഇഷ്ടംപോലെ ഇസ്താംബുൾ സിറ്റിയിൽ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള, തുർക്കിഷ് സ്റ്റൈലിലുള്ള ഫുഡുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. പിന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് തുർക്കിഷ് ടീ നല്ല ടേസ്റ്റാണ്. അന്നേരം ഹെയർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയുള്ള കോസ്മെറ്റിക് സർജറികൾക്കൊക്കെ പോകുന്ന നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.